ഓണത്തെ വരവേൽക്കാൻ അത്തം പിറന്നതോടെ തീരദേശ മേഖലയിൽ പൂവിപണി സജീവമാണ്. ശനിയാഴ്ച അത്തത്തലേന്ന് തന്നെ പൂക്കച്ചവടം ആരംഭിച്ചിരുന്നു. തിരുവോണനാൾ ഉച്ചവരെ രാപ്പകലില്ലാതെ സജീവമായിരിക്കും ഇവിടത്തെ പൂക്കടകൾ. മഞ്ഞ ചെണ്ടുമല്ലി, വാടാർമല്ലി, വെള്ള ജമന്തി, ചുവപ്പ് റോസ് തുടങ്ങിയ വൈവിധ്യമാർന്ന പൂക്കളാണ് വിപണിയിൽ പ്രധാനമായും ഇടം പിടിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സേലം, ദിണ്ടിഗൽ, കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത്തവണയും പ്രധാനമായും പൂക്കൾ എത്തിച്ചിട്ടുള്ളത്. എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പൂക്കൾക്ക് ഇരട്ടി വിലയായത് കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. ഓഗസ്റ്റ് 15 പൊതു അവധിയായിരുന്നതിനാൽ മുൻവർഷങ്ങളിലെ അത്തന്നാളുകളിൽ ലഭിച്ചതിന് സമാനമായ നല്ല കച്ചവടം ഇത്തവണ ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. വരും ദിവസങ്ങളിലും വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ഓണത്തോടനുബന്ധിച്ച് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഴിഞ്ഞ 18 വർഷമായി ഞങ്ങൾ പൂക്കച്ചവടം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും ഞങ്ങൾ അത്തത്തിൻ്റെ തലേദിവസം പൂക്കച്ചവടം ആരംഭിച്ചു. ഇവിടെ കൂടുതലും കിറ്റിൻ്റെ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു കിറ്റിൽ 6 കളറ് പൂ സപ്ലൈ ചെയ്യുന്നുണ്ട്. 50 രൂപയാണ് ഞങ്ങളതിനെ ഈടാക്കുന്നത്. ചുവപ്പ് ചെണ്ടുമല്ലി, മഞ്ഞ ചെണ്ടുമല്ലി, വാടാർമല്ലി, മഞ്ഞ ജമന്തി, വെള്ള ജമന്തി, വയലറ്റ് ജമന്തി, ഇങ്ങനെയുള്ള കളേഴ്സാണ് ഞങ്ങളൊരു കിറ്റിൽ കൊടുക്കുന്നത്.